ഇതാരാ? ചേച്ചി ഞാൻ രഘു. മനസ്സിലായി. നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചിനി? ഞാൻ വിളിച്ച മീനിന് വേണ്ടി. മീൻ വിറ്റ് കഴിഞ്ഞാ? മീനെല്ലാം വിറ്റ് കഴിഞ്ഞെന്തേ? എനിക്ക് വേണോ? വേണമെന്ന് വെച്ചാൽ വേണേനു, അതിനല്ലേ വിളിച്ചിന്. തരുവാ? മീന് തരാനല്ലേ ഞാൻ എടുത്ത് നടക്കുന്നത്. ഏഹ് മീന് എനിക്കെല്ലാം തരാൻ തന്നെയല്ലേ ഞാൻ എടുത്ത് നടക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ലല്ലോ. വിളിക്കുമ്പോ എല്ലാം തീർന്ന് പിന്നെ തരാമല്ലോ പറയുന്നത്. എന്താ നമുക്ക് മാത്രം മീൻ തരാതെ? അത് നീ തീർന്നാലേ ചോദിക്കൂ എപ്പോഴും. അതിപ്പോ നിങ്ങൾക്ക് മീനൊരിക്കും തീരണമെന്നില്ലല്ലോ. നമ്മൾ ചോദിക്കുമ്പോ മാത്രം തീരില്ല. അല്ല, നീ വിളിച്ച കാര്യം പറ. എന്തിനാ വിളിച്ചു? ചേച്ചി ഞാൻ വിളിച്ച മീന് കിട്ടുമോ നോക്കാൻ വേണ്ടി തന്നെയാണോ ചേച്ചി തരാ? പിന്നെ എന്ത് ചെയ്യണ്ടേ? അതുകൊണ്ട് പറ എന്നാ. ഒന്നുമില്ല. അല്ല, നാളത്തെ മീന് ഇപ്പൊ നീ നാളെ തരുവാ? ഞാൻ വിളിച്ച നിങ്ങളൊക്കെ നേരം ഞാൻ വിളിക്കുന്നു. അങ്ങനെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയെ. കെട്ടിയോന് ഇവിടെയില്ല, പക്ഷെ ഫോണ് ഇവിടെയുണ്ട്. ഫോണാടിയുണ്ടാ? ഇയാളടി പോയെ? എവിടെയാ പോയെന്ന് എന്നോട് ചോദിക്കുന്നു. ഇൻഡോൻചെല്ലാം തന്നെയല്ലേ എത്തി. പണ്ടൊന്നും ചെയ്തിട്ട് കാണാതെ ഇയാളെ വിളിച്ചു നോക്കുന്നത്. ആളെ വിളിക്കുമ്പോൾ പറയുന്നത് ഫോണ് സ്വിച്ച് ഓഫ്, ചിലപ്പോ പറയുന്നത് ഔട്ട് ഓഫ് റേഞ്ച്. ഞാൻ വെച്ചാൽ നീ എവിടെയെങ്കിലും മുങ്ങി വന്നു, അതറിയാൻ വേണ്ടിട്ടാ. നീ വിളിച്ചത് തന്നെയാന്നാ? ഇതിന്റെ അകത്ത് ഒരു ഫോണും വന്നിട്ടില്ല. എല്ലാം നിർന്ന ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കും, അങ്ങനെയല്ലേ പറയുന്നത്? ഇല്ല, ഫോണ് ചാർജിന് ഇട്ടിട്ടേ ഉള്ളത്. ഒട്ടേ ഞാൻ എന്നിട്ട് അതിൽ കിട്ടായിട്ടല്ലേ ഞാൻ ചേച്ചീനെ വിളിച്ചേ എവിടെയുള്ളതെന്ന് അറിയാൻ. നീ എന്നെ വിളിക്കാനായിട്ട് വിളിച്ചതല്ലേ ഇപ്പൊ കിട്ടാനായിട്ട്? അത് ശരി. അപ്പൊ കള്ളി മനസ്സിലായല്ലേ? മനസ്സിലായി. അപ്പൊ മനസ്സിലായല്ലോ ഞാൻ എന്തിനാ വിളിക്കുന്നു. അതും പറ. നീ എന്നെ വിളിക്കൂ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ചേച്ചിന്റെ കെട്ടിയോ എവിടെ പോയിന്? ഫോണോടെ വെച്ചിട്ട് എടുത്തെങ്ങാനുള്ളേ? അയ്യോ, അത് രാവിലെ പോയി. എന്തേ? അതെന്താ ഫോൺ എടുക്കുന്നു? ഫോണ് ഇവിടെ കുത്തിയിട്ടിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ആ കാലമാടം പോയി നേരിച്ചിട്ട് വിളിച്ചിന്. ഞാൻ അതിൽ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് പറ, തരുവാ? മീന് തരുവാ? മീന് തരൂന്ന് പറഞ്ഞില്ലേ? എത്രയാ വേണ്ടത്? എത്രയാ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മഴപ്പോടെ അല്ല, വലിയ വേണോ ചെറുത് വേണോ? എനിക്ക് അധികം വലുതും വേണ്ട, അധികം ചെറുതും വേണ്ട, ഒരു മീഡിയം കിട്ടണം. അപ്പൊ ഞാൻ നാളെ കൊണ്ടുതരാം. കൊണ്ടുതരണ്ട, ഉള്ള സ്ഥലം പറഞ്ഞ് ഞാൻ അവിടെ വന്നിട്ട് മേടിച്ചു. ഇതിനെ കൊണ്ടുതന്ന ബുദ്ധിമുട്ടൊന്നും. എത്രക്കാ വേണ്ടത്? ഇപ്പൊ മീനെല്ലാം വലിയ പൈസയാണ്. ഇപ്പൊ പൈസ ഒന്നൊരു പ്രശ്നമില്ല ചേച്ചി, പറയുന്ന പൈസ തന്നാ മതി. തരുവോ ഇല്ലേ അതേ അറിയണ്ടോ. ഇവിടെ ഞാൻ അതിനല്ലേ നടക്കുന്നേ. നടക്കണ്ട, ഇനി എവിടെയെങ്കിലും ഇരിക്കുവോ കിടക്കോ വന്നിട്ട് ചെയ്തിട്ട് തന്നാ മതി. നീ മീനല്ലേ ഉദ്ദേശിക്കുന്നത്? ആ മീൻ തന്നെ, ഒരു സൈസ് മീൻ തന്നെയാണല്ലോ. മീനിനെ പിടിക്കാനോ? തരുവോ? ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഉദ്ദേശം മനസ്സിലായല്ലോ. അത് ഞാൻ എത്രയായി പറയുന്നത്. കാലമാറ്റം ഉണ്ടാകുമ്പോ ചോദിക്കാൻ പറ്റൂല. നല്ല പൂതിയാകല്ലേ? ഓ പിന്നെ ആക്ക് പിന്നെ മീൻ തിന്നാൻ പൂതി വരുമ്പോ പിന്നെ ചോദിച്ചു മേടിക്കൂല ആള്. അതൊന്നും നടക്കൂല മോനെ. നടക്കാതെ മീനാ നടക്കുന്ന വേണമെന്നില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ ഉദ്ദേശിച്ച കാര്യം നടക്കൂലെന്നാ പറഞ്ഞു. ഓ ഉദ്ദേശിച്ച കാര്യം നടക്കൂല ചേച്ചി വെച്ച് നടക്കാത്ത കാര്യം ഒന്നുമില്ലേ? നാട്ടുകാർക്ക് മൊത്തം കൊടുത്ത് നടക്കുന്നു മീന്. അപ്പൊ വേണ്ടായിട്ടില്ലേ മീന് തരാം? അത് മീന് പിന്നല്ലേ ഞാൻ ചോദിക്കുന്നത്, അനക്ക് വേണ്ടുന്ന മീന് തരുവോന്നല്ലേ ചോദിക്കുന്നത്. ഇല്ല, ആ മീന് ഞാൻ കൊടുക്കൂല, ആർക്കും കൊടുക്കില്ല. ആയിരിക്കും കൊടുക്കില്ല? അത് എനക്ക് വീട്ടിൽ തന്നെ ആവശ്യമുണ്ട്. ഓ പിന്നെ വീട്ടില് നിങ്ങളെ കെട്ടിയോ ഉപയോഗിക്കില്ലല്ലോ, മീനും തന്നില്ലല്ലോ. ഇത് വെറുതെ വേണ്ടെങ്കിലും എനക്ക് വേണ്ടേ? പിന്നെ ചേച്ചിക്ക് മാത്രം വെറുതെ മൂലക്ക് വെച്ചിരിക്കുന്ന ചീഞ്ഞു പോത്തേ ഉള്ളൂ കേട്ടോ. കുറെ കഴിയുമ്പോ ഐസിട്ട് വെക്കാനാ? ഐസിട്ട് വെച്ച് പിന്നെ എന്തിനാ കൊള്ളുക മഴ വെച്ചിട്ട്? അങ്ങോട്ട് ആടെ നിന്നോട്ടില്ല. കുറെ കഴിയുമ്പോ
ഇതെല്ലാം കൊത്തി മൂടേണ്ട സാധനമാണ് കേട്ടോ ഇടയ്ക്ക് മണ്ണില്. അതുകൊണ്ട് ഇപ്പൊ വേണ്ടുന്നതൊക്കെ കൊടുത്താല് അതിന്റെ ഒരു ഗുണം അങ്ങും കിട്ടും. പിന്നെ ചേച്ചിക്ക് അതിന്റെ ഗുണം കിട്ടുമല്ലോ. അതിന്റെ ഗുണം വേണ്ട, ഇപ്പം കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കുറച്ച്. ഏർന്ന് കിട്ടാ അയാൾ കയ്യിലടി നേരമുള്ള ഒരു നടത്തല്ലേ. നടന്നാല് എപ്പെങ്കിലും എല്ലാം കിട്ടുമല്ലോ. എപ്പം കിട്ടാ? ചേച്ചിന്റെ അടുത്ത് നല്ല നെയ്മീനുണ്ടോ? നെയ്മീൻ എന്റെ അടുത്ത് നെയ്മീനുണ്ട്, എല്ലാ മീനും ഉണ്ട്. എനിക്ക് വേണ്ടുന്ന നെയ്മീനാണ്. നല്ല ഇങ്ങനെ നെയ്യിങ്ങനെ വിളിക്കുന്ന മീൻ. വില കുറച്ച് കൂടും കേട്ടോ നെയ്മീന്. ഞാൻ പറഞ്ഞില്ലേ, വില എത്രയായാലും പ്രശ്നമില്ല, എനിക്ക് തന്നാ മതി. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ പൈസ എടുത്തിട്ട് പോയി. പൈസ എടുത്തിട്ട് എവിടെയാ വരണ്ടേ? നാളെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ വരുമല്ലോ. എന്നിട്ട് നെയ്മീനാണെങ്കിൽ ഞാനത് തരാം. നെയ്മീനാണെങ്കിൽ അത് തരാന്നല്ല. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ചേച്ചി എന്തിനാ ഈ വെയിലും കൊണ്ട് ഈ മീനൊന്നും തൂങ്ങിപ്പിടിച്ച് നടക്കുന്നത്? വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി? അല്ല, നീ എന്താ എനക്കവിടെ ജോലി വാങ്ങി വെച്ചിട്ട്? ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇല്ല, ഞാനിങ്ങനെ ആലോചിക്കും, മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു മാതിരി ഇത് എന്ന് പറയണ്ടേ, മീനാക്കാണി നല്ല ഇത് തോറ്റു പോകുന്ന ആളാണ് മീൻ കൊടുക്കുന്നത്. നീ എനക്ക് എന്ത് ജോലിയാ തരുക? ഓഫീസിലാണോ, കളക്ടറായിട്ടാണോ? അങ്ങനെ അല്ല, ഓഫീസിൽ എന്തെങ്കിലും ജോലിയാണോ അല്ലെ കളക്ടറായിട്ടാണോ ചോദിച്ചത്? കളക്ടർ ഓഫീസിലെ ഉള്ള ജോലി ചേച്ചി ഒന്ന് പറഞ്ഞ എങ്ങനത്തെ ജോലി ഞാൻ ഒപ്പിച്ചു. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, എന്നിട്ട് ജോലി ആക്കിയിട്ട് നീ എന്നെ വിളിക്കും. ജോലി ആക്കിയിട്ടാ? അന്നേരം പിന്നെ ഞാൻ മീൻ വെക്കണ്ടല്ലോ. അങ്ങനെയല്ല, മീന് വെക്കുന്നില്ല, ആദ്യം ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് ജോലിക്ക് പോകാൻ തയ്യാറാണെങ്കിൽ ആ ജോലി ഞാൻ ആക്കി തരും. അതന്നെ ഞാൻ പറഞ്ഞേ, ഞാൻ നാളെ മുതൽ മീൻ വെക്കുന്നില്ല, നീ എനിക്ക് ജോലി വാങ്ങിക്കാ. അത് ഒരു റൂളിൽ വർത്താനല്ല, നാളെ മുതൽ മീൻ വെക്കുന്നില്ല. ചേച്ചി തൽക്കാലം മീൻ വിറ്റോ, പക്ഷെങ്കിൽ വെയിലും കൊണ്ട് വിറ്റിട്ട് വെറുതെ കാണാൻ നല്ല ഗുമ്മുണ്ടല്ലോ, അത് കളയണ്ടെന്ന് വെച്ചിട്ടാ. അത്രക്ക് ഗുമ്മുണ്ടാകാണ്. പിന്നെ ചേച്ചിക്ക് ഒരു മീൻ വിറ്റ് എത്ര പൈസ കിട്ടുക? ചേച്ചിക്ക് നല്ലൊരു ഷോപ്പിലെവിടെയെങ്കിലും ഞാൻ നല്ലൊരു ജോലി ശരിയാക്കി തരാം. നല്ല ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വന്നൂടെ? ഇത് മാതിരി മീനും വെള്ളവും മാത്രം വൈകുന്നേരം നടന്ന്. അപ്പൊ നീ എന്റെ വരുന്നുണ്ടാ മീനും വെള്ളം മണക്ക? അതൊക്കെ നമ്മള് കാണുന്നില്ലേ. പിന്നെ രാവിലെ 4 മണിക്ക് എണീറ്റ് പോകുന്നു, ചേട്ടൻ പറഞ്ഞല്ലോ. രാവിലെ 4 മണിക്കായിട്ട് എഴുന്നേറ്റ് പോകും. ചേട്ടൻ തന്നെ ഒന്നിനും കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. ഇവിടെ തന്നെയാമോ? അല്ല, എനക്ക് ജീവിക്കണ്ടേ. നിന്റെ ചേട്ടനോ നാടോടി? നിന്റെ ചേട്ടനോ നാടോടി? ഇങ്ങനെ നടക്കലല്ലേ വഴി. ചേച്ചി എന്തിനാ ഈ മീനും കിട്ടി നോക്കാൻ പോകുന്ന ആള് പറഞ്ഞേ? മീനൊക്കെ ചേച്ചി ചേട്ടനെ പറഞ്ഞൂടെ? ആരോ ചേട്ടനെയാ? നല്ല ആള്. ഒരു സ്കൂട്ടി ഒന്നും എടുത്തു കൊടുക്കോ, വേഗം വെച്ച് കിട്ടിയിട്ട് ഒറ്റ വീട്ടിൽ വിടാൻ പറയാം. ചേച്ചിക്ക് വീട്ടിൽ വന്നാ പോരെ? എന്നാ പിന്നെ ഞാനൊക്കെ അത്യാവശ്യം വീട്ടിൽ വരുന്ന മീന് മേടിക്കാൻ വരാം. വീട്ടിൽ കച്ചവടം ചെയ്ത കുട്ടി ചേച്ചി ഉണ്ടോ? അതെ, ഞാൻ ചേട്ടനോട് പറയായിരുന്നു. ഞാൻ പറഞ്ഞ ചളവളാക്കണ്ട. ഇത് പറ, ഞാൻ ജോലിക്ക് പോയില്ലേ, പോണ്ട. ഇത് പറ, ഈ മീനിന് ഞാൻ എപ്പോ വരണ്ടേന്ന് പറ. മീന് മേടിച്ചേ നാളെ തന്നെ. നാളെ തന്നെയാ? ഞാൻ ഉദ്ദേശിച്ച നെയ്മീൻ കിട്ടണം കേട്ടോ. അല്ല, നീ ഉദ്ദേശിച്ച മീൻ എങ്ങനെയാണ്? നെയ്മീനല്ലേ? ഞാൻ ഉദ്ദേശിച്ച മീനാണ് ഈ മീന്. മനസ്സിലായ? ഒന്ന് വിചാരിക്കേച്ചി. വിചാരിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന്. നീ ഒരു കാര്യം ചെയ്യും, നാളെ ഇങ്ങോട്ട് വാ. മീനോ എന്നാ വേണ്ടെന്ന് ചോദിച്ചാ ഞാൻ തരാം. വന്നാലോ അറിയും. കൊതിപ്പിച്ചിട്ട് വിടറ്. അയ്യോ, ചാവം കിട്ടുവോ? തരാ ഞാൻ പിന്നെ അനക്ക് ശാപം. എന്നാ പിന്നെ നമുക്ക് നാളെ മീൻ കച്ചവടം ആക്കാല്ലേ, ബായിട്ടാളടിക്കല്ലേ?
ആ വായ്ത്താളം ഉണ്ടാവണേ. ഓ എന്നാ പിന്നെ ഇലത്താളം എന്തെന്ന് ഇലത്താളെല്ലാം കേട്ടിട്ടില്ല, അതുപോലെ വായ്ത്താളൊക്കെ അടിച്ച് നമുക്ക് നിർത്താം. ആ എന്നാ പിന്നെ അതിൽ വെക്കട്ടെ ഫോണ്. ഓ എന്നാ വെക്ക്.